ഹായ്, വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. അപ്പൊ നോക്കൂ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ MPQ സീരീസുമായിട്ടാണ്. മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് അല്ലെ, മൊഡ്യൂൾ 6 നിന്നുമുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. നോക്കൂ, മൊഡ്യൂൾ 6 എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടിക. ആരുടേതായിരുന്നു ആധുനിക ആവർത്തന പട്ടിക? ഹെൻറി മോസ്ലിയുടേതാണ് അല്ലെ. ആവർത്തന പട്ടിക അല്ലെ, ആവർത്തന പട്ടിക എന്നൊരു ടോപ്പിക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് മെൻലീഫ് ആയിരുന്നു. എന്നാൽ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയുടേതാണ്. 118 മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അടുക്കി പെറുക്കി വെച്ചതാണ് അല്ലെ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയെ കുറിച്ച് മൊഡ്യൂൾ 6 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിവിധ ആറ്റങ്ങളെ കുറിച്ച്, ആറ്റത്തിന്റെ മോഡലിനെ കുറിച്ച്, ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്ന തന്മാത്രകളെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ തിയറികൾ പഠിച്ചു അല്ലെ. ഒക്ടറ്റ് റൂള്, പിന്നെയോ VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അവിടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്ന ഹൈബ്രിഡൈസേഷൻ, സങ്കരണം, ഓർക്കുന്നുണ്ടോ? പിന്നെയോ പിന്നെ മെറ്റൽസിന്റെ എന്താണ് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ എന്നുള്ളതല്ല, എന്താണ് മെറ്റലർജി, all scientific and technological process behind extraction of a metal from its ore. Ore എന്ന വാക്ക് ഓർക്കുന്നുണ്ടോ? ഓറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അയിരുകളായിരുന്നു അല്ലേ. നമുക്കറിയാം, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ 118 മൂലകങ്ങളില് ഒരു 75% ആരാണ്? ലോഹങ്ങളാണ് അല്ലേ. അപ്പൊ നോക്കൂ, ഈ ലോഹങ്ങള് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് ശുദ്ധമായ രീതിയിലല്ല, പിന്നെയോ സംയുക്തങ്ങളായിട്ടാണ്. ഹൈലി റിയാക്റ്റീവ് ആണ്, ക്രിയാശീലത കൂടിയ ആളുകളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. കാർബണേറ്റുകളായിട്ടും സൾഫൈഡുകളായിട്ടും ഓക്സൈഡുകളായിട്ടൊക്കെയാണ്. അപ്പോ ഇവരെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയാം. എന്താണ്? ധാതുക്കൾ. ഭൂവൽക്കത്തില് നമുക്ക് കുഴിച്ചെടുക്കാൻ പാകത്തില് എന്താണ് സംയുക്തങ്ങളായി കാണപ്പെടുന്ന ലോഹങ്ങൾ, ലോഹത്തിന്റെ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്. ഏതു ധാതുവിൽ നിന്നാണോ നമുക്ക് എളുപ്പത്തിലും ലാഭകരമായ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുക, ആ ധാതുവിനെയാണ് നമ്മൾ അയിര് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും ആരല്ല? അയിരുകളല്ല. ഓക്കെ, അപ്പൊ എന്താ പോയിന്റ്? എല്ലാ ധാതുക്കളും അയിരുകളല്ല, എന്നാൽ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അയിരുകൾ അല്ലെ, ഓറാണ് അയിരുകൾ. അയിരുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ, കോംപ്ലക്സുകൾ അല്ലെ, കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാൻ ആർക്കൽ പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? വാൻ ആർക്കൽ പ്രക്രിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ ആണ് അല്ലെ. വാൻ ആർക്കൽ പ്രക്രിയ, മോൺസ് പ്രോസസ്. വാൻ ആർക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കൂടുതൽ പ്യൂരിറ്റി ഉള്ള എന്താണ് ലോഹങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ സിർക്കോണിയം, അതുപോലെ തന്നെ ടൈറ്റാനിയം പോലെയുള്ള മെറ്റലുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അയഡിനുമായിട്ട് ചേർത്തിട്ട് ചൂടാക്കുന്നു. അപ്പോ സിർക്കോണിയത്തിന്റെയും അതുപോലെ തന്നെ അയഡിന്റെ ഒക്കെ കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ആ കോമ്പൗണ്ടുകൾ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള സിർക്കോണിയവും ടൈറ്റാനിയവും കിട്ടുന്നതാണ്. ഇത്തരം ഒരു ശുദ്ധീകരണ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വാൻ ആർക്കൽ പ്രക്രിയ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ? വാൻ ആർക്കൽ പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ, ദാറ്റ് ഈസ് ഓപ്ഷൻ
ബി ആണ് സിർക്കോണിയം ടൈറ്റാനിയം. മോൺസ് പ്രോസസ് എവിടെയായിരുന്നു? നിക്കലിന്റെ ആണ് അല്ലെ. നിക്കലിന്റെ ശുദ്ധീകരണ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മോൺസ് പ്രോസസ്. അപ്പൊ ഓർത്ത് വെക്കുക, വാൻ ആർക്കൽ പ്രക്രിയ കൂടാതെ മോൺസ് പ്രോസസ്. വാൻ ആർക്കൽ പ്രക്രിയ എന്ന് പറയുമ്പോൾ സിർക്കോണിയവും ടൈറ്റാനിയവും, മോൺസ് പ്രോസസ് എന്ന് പറയുമ്പോൾ നിക്കലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരായിട്ടുള്ളത്. അപ്പൊ ഒരുപാട് അയിരുകളുടെ പേര് നമ്മൾ പഠിക്കണം. പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കൂ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണെന്ന്. താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരായിട്ടുള്ളത് പൈറോലുസൈറ്റ് ആണോ? പൈറോലുസൈറ്റ് എന്ന് പറഞ്ഞാൽ MnO2 ആണ്. അത് മാംഗനീസിന്റെ അയിരാണല്ലോ. മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാലോ? മാഗ്നറ്റൈറ്റ് ദാറ്റ് ഈസ് Fe3O4 ആണ്. അപ്പൊ ആൻസർ ആയല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരായിട്ടുള്ളത് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്, Fe3O4. ഈ Fe2O3 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, ഇനി മാലക്കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലക്കൈറ്റ് CuCO3 ഡോട്ട് CuOH ട്വൈസ്. വേണമെങ്കിൽ നമുക്ക് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നൊക്കെ പറയാം അല്ലെ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. എങ്ങനെ? Cu2 CO3 OH 2 ടൈംസ് അല്ലെ. മാലക്കൈറ്റ് ആണ്, കോപ്പറിന്റെ അയിരാണ്. അടുത്തത് കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ SnO2 ആണ്, ടിന്നിന്റെ ഓക്സൈഡ് ആണ്. ടിൻ, Sn, സ്റ്റാനം അല്ലെ. സ്റ്റാനം അതാണ് ലാറ്റിൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ടിൻ ഓക്സൈഡ്, കാസിറ്ററൈറ്റ് ടിന്നിന്റെ അയിരാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, Fe3O4 മാഗ്നറ്റൈറ്റ്. അപ്പൊ നോക്കൂ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യം, ജലീയ ലവണ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴി ലഭിക്കാത്ത ലോഹം. അപ്പോ ജലീയ ലവണ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് ശുദ്ധമായ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്നതാണ്. മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ജലീയ ലവണ ലായനി, അലൂമിനിയത്തിന്റെ ഒക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നു അല്ലേ. അപ്പോ എന്താണ്? ജലീയ ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം വഴി ലഭിക്കാത്ത ലോഹം. കോപ്പറിന്റെ എന്താണ് വൈദ്യുത വിശ്ലേഷണം നമ്മൾ പഠിച്ചതാണ് അല്ലെ. കോപ്പറിനെ പോലെ തന്നെ സിൽവറും പറ്റും, ക്രോമിയവും പറ്റും. പറ്റാത്തതാരാണ്? ഓപ്ഷൻ സി, കാൽസ്യം ആണ്. കാൽസ്യം വെള്ളവുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്ത് കളയും. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, കാൽസ്യമാണ്. നെക്സ്റ്റ്, പ്ലവന പ്രക്രിയയിലൂടെ സാന്ദ്രീകരിച്ചെടുക്കാൻ കഴിയുന്ന അയിരിനുദാഹരണം. പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. സാന്ദ്രീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ പഠിച്ചില്ലായിരുന്നോ? മെറ്റലർജിനകത്തുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അല്ലെ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ദാറ്റ് ഈസ് ഹൈഡ്രോലിറ്റിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ആ ഒരു ഫ്ലോ ചാർട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോ ഇവിടെ പ്ലവന പ്രക്രിയയിലൂടെ സാന്ദ്രീകരിച്ചെടുക്കാൻ കഴിയുന്ന അയിരിനുദാഹരണം ഏതാണ്? പ്ലവന പ്രക്രിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ അയിര് സൾഫൈഡ് ആയിരിക്കണം. സൾഫൈഡ് അയിരുകളെയാണ് പ്ലവന പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുക അല്ലെ, സാന്ദ്രീകരിക്കുന്നത്. സിഡറൈറ്റ് എന്ന് പറഞ്ഞ ഏതാണ്? അയണിന്റെ കാർബണേറ്റ് ആണ്, FeCO3. ഇതാണ് സിഡറൈറ്റ്. ഗലീന എന്ന് പറഞ്ഞാലോ പലപ്പോഴും തെറ്റിപ്പോകുന്നതാണ്, ദാറ്റ് ഈസ് PbS, ഗലീന. HgS എന്താണ്? HgS സിന്നബാർ ആണ് അല്ലെ. സിന്നബാർ, സിന്നബാർ. ലെഡിന്റെയും മെർക്കുറിയുടെയും സൾഫൈഡുകൾ അല്ലെ. മാലക്കൈറ്റ് നേരത്തെ നമ്മൾ കണ്ടു, ബേസിക് കോപ്പർ കാർബണേറ്റ്.
മാഗ്നറ്റൈറ്റ് കണ്ടു, അയണിന്റെ ഓക്സൈഡ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? സൾഫൈഡ് അയിര് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗലീനയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ഗലീനയാണ്. ഇനി നോക്കൂ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വന്നാലോ. കാന്തിക വിഭജനത്തിലൂടെ സാന്ദ്രീകരിച്ചെടുക്കാൻ കഴിയുന്ന അയിര് ഏത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മണലിൽ നിന്നും അല്ലെ, മണലിൽ നിന്നും എന്താണ് ഇരുമ്പു തരികളെ വേർതിരിച്ചെടുത്തില്ലായിരുന്നു കാന്തം ഉപയോഗിച്ചിട്ട്. സെപ്പറേഷൻ ടെക്നിക്കാണ് അല്ലെ, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പൊ നോക്കൂ, കാന്തിക വിഭജനത്തിലൂടെ സാന്ദ്രീകരിച്ചെടുക്കാൻ കഴിയുന്ന അയിരേത്? ഹെമറ്റൈറ്റ്, സിന്നബാർ, അർജന്റൈറ്റ്, ഗലീന. ഏതായിരിക്കും? ഇരുമ്പിന്റെ അയിരാണ് അല്ലെ. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3 ആണ്. അപ്പൊ അയിരുകളുടെ പേര് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് തന്മാത്രയിലാണ് പരമാവധി ഡൈപോൾ മൂവ്മെന്റ്? പരമാവധി ഡൈപോൾ മൂവ്മെന്റ്. ആക്ച്വലി എന്താണ് ഈ ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൈപോൾ മൂവ്മെന്റ്? സഹസംയോജക ബന്ധനത്തിനകത്തെ അയോണിക സ്വഭാവം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, HCl എന്ന തന്മാത്ര, HCl എന്ന തന്മാത്രയ്ക്കകത്ത് ഹൈഡ്രജനും ക്ലോറിനും ഇടയിലുള്ള ബന്ധനം അയോണിക ബന്ധനമാണോ അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണോ? ചില ആളുകൾ പറയും അത് അയോണിക ബന്ധനമാണെന്ന്. അതെങ്ങനെയാ പറയുന്നത്? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുത്തു അല്ലേ? ക്ലോറിന് ഒരു ഇലക്ട്രോൺ അല്ലേ ആവശ്യം? ക്ലോറിന്റെ സംയോജകത ഒന്നല്ലേ? അങ്ങനെ കൊടുക്കാൻ ഇലക്ട്രോൺ ഉണ്ടോ ഹൈഡ്രജന്റെ കയ്യിൽ? ഇല്ല. അപ്പൊ എന്താ മാർഗം? വിട്ടുകൊടുക്കല്ല, അവർ ഇലക്ട്രോണിനെ പരസ്പരം പങ്കുവെക്കുകയാണ്. ഹൈഡ്രജനും ക്ലോറിനും ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് അവർക്കിടയിൽ സഹസംയോജക ബന്ധനം രൂപീകരിച്ചു. ഓക്കെ, ഇങ്ങനെ സഹസംയോജക ബന്ധനം രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ഇലക്ട്രോണുകൾ ആരുടെ കസ്റ്റഡിയിലായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ടും ക്ലോറിന്റെ കസ്റ്റഡിയിലായിരിക്കും. അപ്പൊ ക്ലോറിൻ ഇവിടെ ഒരു ഭാഗികമായിട്ടുള്ള നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഇവിടെ ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് ആക്ച്വലി 100% സഹസംയോജക ബന്ധനമല്ല, അതിനകത്ത് കുറച്ച് അയോണിക ക്യാരക്ടർ, അയോണിക സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇത് ഡൈപോൾ മൂവ്മെന്റ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഒരു ഏരോ മാർക്ക് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഏരോ സ്റ്റാർട്ട് ചെയ്യുക പോസിറ്റീവ് സെന്ററിൽ നിന്നും എങ്ങോട്ടാ പോകുന്നത്? നെഗറ്റീവ് സെന്ററിലേക്ക്. ഇനി നമ്മൾ ഈ ഓപ്ഷൻസ് എടുത്താൽ നോക്കൂ, ഏതൊക്കെയാണ്? NF3 അല്ലേ, പിന്നെയോ NH3, പിന്നെ ആരാണ്? CH4, പിന്നെ ആരാണ്? PCl3. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഓരോ തന്മാത്രയുടെയും ഷേപ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ NF3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത് 2,5 അല്ലേ? ബാഹ്യതമ ഷെല്ലില് 5 ഇലക്ട്രോണുകളാണ്. ഈ 5-ല് 3 ആരുമായിട്ട് പങ്കുവെച്ചതാണ്? ഫ്ലൂറിനുമായിട്ട് അല്ലേ? അപ്പൊ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ഷേപ്പ് എന്താണ്? പിരമിഡൽ ഷേപ്പ് ആയിരിക്കും അല്ലേ? അപ്പൊ നോക്കൂ, നൈട്രജനും ഫ്ലൂറിനും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിൻ അല്ലേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിൻ ആണ്. പിന്നെ ഓക്സിജൻ, പിന്നെ അല്ലേ ക്ലോറിനും നൈട്രജനും ഒക്കെ വരുന്നത് അല്ലേ? അപ്പൊ ഫ്ലൂറിന്റെയും നൈട്രജന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്താൽ ഫ്ലൂറിൻ ആയിരിക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ ഫ്ലൂറിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജും നൈട്രജന് ഡെൽറ്റ പോസിറ്റീവ് ചാർജും.
അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് മാർക്ക് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കല്ലേ, ഈ 3 ബോണ്ടിന്റെയും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നോക്കിയേ താഴോട്ടായിരിക്കും. അപ്പോൾ 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഡയറക്ഷനകത്ത് ഒരു ഡൈപോൾ മൊമെന്റ് കിട്ടും. ഇനി ഇവിടെ നോക്കി, നൈട്രജൻ ലോൺ പെയർ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ പോസിറ്റീവ് സെന്റർ ആയിട്ടും ലോൺ പെയർ നെഗറ്റീവ് സെന്റർ ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കില്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്താണ്, ചെറിയ രീതിയിൽ ക്യാൻസൽ ചെയ്തു പോകും അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഡൈപോൾ മൊമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി NH3 വന്നാലോ, അമോണിയ മോളിക്യൂളിനകത്തേക്ക് വന്നാലോ, നൈട്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഒരു ലോൺ പെയർ. നിങ്ങൾ നോക്കൂ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. നൈട്രജനും ഹൈഡ്രജനും കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പോസിറ്റീവ് സെന്ററും നൈട്രജൻ എന്തായിരിക്കും, നെഗറ്റീവ് സെന്ററുമായിരിക്കും അല്ലേ. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് നൈട്രജൻ ആണ്. നൈട്രജൻ ലോൺ പെയറും എങ്ങനെയാണ്, മുകളിലോട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്, ക്യാൻസൽ ചെയ്തു പോകുന്നില്ല, നെറ്റ് ഡൈപോൾ മൂവ്മെന്റ് മുകളിലോട്ടാണ് അല്ലേ. ഇവിടെ ക്യാൻസൽ ചെയ്തു പോകുന്നു. അപ്പൊ ഇവര് രണ്ടാളും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അമോണിയനകത്താണെന്ന് പറഞ്ഞൂടെ അല്ലേ. ഇനി അടുത്തത് CH4. CH4 എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ട ഷേപ്പാണോ CH4ന്? CH4 കാർബൺ ആണ് സെൻട്രൽ എലമെന്റ്. ബാഹ്യതമ ഷെല്ലില് 4 ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലേ. 4 എണ്ണവും ആരുമായിട്ട് ഷെയർ ചെയ്യുന്നു, 4 ഹൈഡ്രജനുമായി ഷെയർ ചെയ്യുന്നു. അപ്പൊ 4 ബോണ്ട് പെയറുകൾ മാത്രം. ഷേപ്പ് എന്തായിരിക്കും, ടെട്രാഹെഡ്രൽ. നോക്കൂ, അവിടെ ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിട്ടല്ലേ. അവിടെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആണ്. ഓക്കെ, സിമെട്രിക് ആയിട്ടാണ് ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പൊ നോക്കൂ, മീഥേനിലേക്ക് വന്നാൽ ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. ഞാൻ പറഞ്ഞു സിമെട്രിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്താൽ ആർക്കാ, കാർബൺ ആയിരിക്കും. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്, നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും കാർബൺ ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ, ഹൈഡ്രജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പൊ പോസിറ്റീവ് സെന്റർ ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടുന്ന് ഇവിടേക്ക്, ഇവിടുന്ന് ഇവിടേക്ക്, ഇവിടുന്ന് ഇവിടേക്ക് അല്ലെ. ഹൈഡ്രജൻ നേരെ താഴോട്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്, പരസ്പരം ക്യാൻസൽ ചെയ്തു പോവും. നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പോഴും ആർക്ക് തന്നെയാണ് കൂടുതൽ, അമോണിയ മോളിക്യൂളിന് തന്നെ. ഇനി PCl3 വന്നാലോ, PCl3 എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ എലമെന്റ് ആരാണ്, ഫോസ്ഫറസ് ആണ് അല്ലേ. ഫോസ്ഫറസ് നൈട്രജൻ ഫാമിലിയിലെ മറ്റൊരാളാണ്, രണ്ടാമത്തെ ആളാണ്. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ, 5-ൽ 3 എണ്ണം ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തു അല്ലെ. ബാക്കി 2 എണ്ണം എന്താണ്, ആരുമായിട്ടും ഷെയർ ചെയ്യാതെ കിടക്കുന്നു. അപ്പൊ ഷേപ്പ് എന്താണ്, നേരത്തെ കണ്ട അതേ ഷേപ്പ്, പിരമിഡൽ. ഫോസ്ഫറസിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കമ്പയർ ചെയ്താൽ ക്ലോറിൻ ആണ് കൂടുതൽ. അപ്പോ എവിടുന്ന് എവിടേക്കാണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഉണ്ടാവുക, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്, പോസിറ്റീവ് സെന്ററിന് നെഗറ്റീവ് സെന്ററിലേക്ക്. ഇവിടെയാണെങ്കിൽ മുകളിലോട്ട്. അപ്പൊ ഇവിടെയും എന്താണ്, പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഈ കൂട്ടത്തില് ആർക്കാണ്, ഓപ്ഷൻ ബി, അമോണിയ മോളിക്യൂളിനകത്താണ്. അപ്പൊ ഡൈപോൾ മൂവ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സഹസംയോജക ബന്ധനത്തിനകത്തെ അയോണിക സ്വഭാവം നിർണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡൈപോൾ മൂവ്മെന്റ്. ഇതിന്റെ യൂണിറ്റ് അല്ലെ, മാത്തമാറ്റിക്കലി mu ഈസ് ഈക്വൽ ടു 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. യൂണിറ്റ് കുളോം മീറ്റർ ആണ്, അല്ലെങ്കിൽ ഡിബെയിലും പറയാറുണ്ട്, ഡിബെയ്. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് വരാം. നോക്കൂ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 7th ക്വസ്റ്റ്യൻ,
BCl3, AlCl3, GaCl3 തന്മാത്രകളെ അയോണിക സ്വഭാവത്തിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചാൽ, അല്ലെ, അയോണിക സ്വഭാവത്തിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചാൽ, അപ്പൊ അയോണിക സ്വഭാവം ഏറ്റവും കുറവുള്ളത് ആദ്യം വേണം, അല്ലെ. ആരോഹണ ക്രമത്തിലല്ലേ വിന്യസിക്കേണ്ടത്? അയോണിക സ്വഭാവം ഏറ്റവും കുറവുള്ളത് അതിങ്ങനെ കൂടി വരണം, ചെറുതിന്ന് വലുതിലേക്ക്, അതല്ലേ ആരോഹണ ക്രമം. മറ്റേത് അവരോഹണ ക്രമമായിരുന്നു, വലുതിന്ന് ചെറുതിലേക്ക്, അല്ലെ. അപ്പൊ അയോണിക സ്വഭാവം ഏറ്റവും കുറവുള്ളത് ആരാണ്? ഓപ്ഷനിലേക്ക് വന്നാൽ ബോറോണിന്റെയും അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ക്ലോറൈഡുകളാണ്. അപ്പൊ നോക്കൂ, അയോണിക സ്വഭാവം ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പറയത്തക്ക എന്തുണ്ട്? സഹസംയോജക സ്വഭാവമുണ്ട്. അപ്പൊ നേരത്തെ തൊട്ട് മുന്നുള്ള ചോദ്യത്തിനകത്ത് നമ്മൾ പഠിച്ചത് സഹസംയോജക ബന്ധനത്തിനകത്തെ അയോണിക സ്വഭാവമായിരുന്നു, ഡൈപോൾ മൊമെന്റ് കൊണ്ട് കാണിച്ചു, അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ അയോണിക ബന്ധനത്തിനകത്തെ സഹസംയോജക സ്വഭാവം, അത് ഫജാൻസ് റൂളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫജാൻസ് റൂൾ, സൈസ് ഓഫ് ദ കാറ്റയോൺ വളരെ ചെറുതും സൈസ് ഓഫ് ദ ആനിയോൺ വളരെ വലുതുമാണെങ്കിൽ അവിടെ പറയത്തക്ക സഹസംയോജക ബന്ധനമുണ്ടാവും. സഹസംയോജക സ്വഭാവം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഏറ്റവും കുറവ് അയോണിക സ്വഭാവമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പറയത്തക്ക സഹസംയോജക സ്വഭാവം ഇവിടെ എവിടെയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? എല്ലാം ക്ലോറൈഡുകളാണ്, അല്ലേ. സഹസംയോജക സ്വഭാവം പറയത്തക്ക വിധത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ആനോണിന്റെ സൈസ് കൂടുതലും കാറ്റയോൺ എന്തായിരിക്കണം? വളരെ ചെറുതുമായിരിക്കണം. അപ്പൊ ഇവിടുത്തെ ആനോൺ എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഏറ്റവും ചെറിയ കാറ്റയോൺ ആരായിരിക്കും? ബോറോണിന്റെ കാറ്റയോൺ ആണോ, അലൂമിനിയത്തിൻ്റെതാണോ, ഗാലിയത്തിൻ്റെതാണോ? ഒരേ ഫാമിലിയിലെ ആളുകളാണ്, അല്ലേ, ബോറോൺ, അലൂമിനിയം, ഗാലിയം. ഓക്കെ, താഴോട്ട് വരുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇപ്പൊ ബോറോണിനേക്കാളും വലിയ ആളായിരിക്കണം അലൂമിനിയം, അലൂമിനിയത്തെക്കാളും വലിയ ആളായിരിക്കണം ഗാലിയം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ കാറ്റയോൺ ആരാണ്? ബോറോൺ ആണ്. അപ്പൊ ബോറോണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഓപ്ഷൻ ഡിയും നമ്മൾ കട്ട് ചെയ്തു, ഓപ്ഷൻ ബിയും കട്ട് ചെയ്തു. റിമൈനിങ് രണ്ട് ഓപ്ഷൻസ് ആണ് എയും സിയും. എ പറയുന്നു BCl3, AlCl3, GaCl3, അല്ലേ. സി പറയുന്നു BCl3, GaCl3, AlCl3. അപ്പൊ ഏറ്റവും കുറവ് അയോണിക സ്വഭാവം എവിടെയെന്ന് ചോദിച്ചാൽ BCl3 മോളിക്യൂളിനകത്താണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കൂടുതൽ എവിടെയെന്ന് കണ്ടുപിടിക്കണം, അല്ലേ. ഏറ്റവും കൂടുതൽ അയോണിക സ്വഭാവം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സഹസംയോജക സ്വഭാവം വളരെ വളരെ കുറവാണ്. അതെവിടെയായിരിക്കണം? കാറ്റയോണിന്റെ സൈസ് കൂടുതലാവണം, അല്ലേ. ആനോണിന്റെ നോക്കേണ്ട കാര്യമില്ല, എല്ലാ കേസിലും ആരാണ്? ക്ലോറിൻ ആണ്. കാറ്റയോണിന്റെ സൈസ് കൂടുതൽ എവിടെയായിരിക്കും? അലൂമിനിയത്തിലാണോ, ഗാലിയത്തിലാണോ? ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലേ. ഇപ്പൊ നോർമൽ കേസിൽ നമ്മൾ ഗാലിയത്തിലാണെന്ന് പറയും, അല്ലേ. കാരണം എന്താ? താഴോട്ട് വരുംതോറും സൈസ് കൂടി വരികയാണ്. അപ്പൊ ഓപ്ഷൻ എ മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് അലൂമിനിയവും ഗാലിയവും കമ്പയർ ചെയ്യുമ്പോൾ ഗാലിയം 31ാമത്തെ മൂലകമാണ്, സിങ്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ ഇന്നർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡി ഇലക്ട്രോൺസ് ആയിരിക്കും. ഡി ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് കപ്പാസിറ്റി വളരെ വളരെ കുറവാണ്. അപ്പൊ അവിടെ എന്താണ്? ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ടാവും. സെഡ് എഫക്റ്റീവ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? സ്ലേറ്റേഴ്സ് റൂൾ പഠിച്ചില്ലേ നമ്മൾ 6ാമത്തെ മൊഡ്യൂളിനകത്ത്? ഓക്കെ, അപ്പോ ഗാലിയത്തിനകത്തെ ഡി ഇലക്ട്രോണിന്റെ സാന്നിധ്യം, ഡി ഇലക്ട്രോൺസിന്റെ പ്രസൻസ് അതിന്റെ കാറ്റയോണുകളെ ചെറുതാക്കുന്നു. അപ്പോ എവിടെയാണ് അയോണിക സ്വഭാവം കൂടുതലായിട്ടുണ്ടാവുക? AlCl3യിലാണ്.
അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നോക്കിയേ, കാർബൺ മോണോക്സൈഡ് തന്മാത്രയുടെ ബോണ്ട് ഓർഡർ എത്ര? ബോണ്ട് ഓർഡർ ബോണ്ടുകളുടെ എണ്ണമാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാലോ. CO മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം ഒക്കെ വരയ്ക്കണോ? CO കാർബണിനകത്ത് 6 ഇലക്ട്രോണുകൾ, ഓക്സിജനകത്ത് 8 ഇലക്ട്രോണുകൾ, 6ഉം 8ഉം 14. 14 ആണെങ്കിൽ എത്രയാ ബോണ്ട് ഓർഡർ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളിൽ ബോണ്ട് ഓർഡർ തുല്യമായിരിക്കും അല്ലേ? നൈട്രജൻ 14 ആയിരുന്നു, ബോണ്ട് ഓർഡർ 3 അല്ലേ? നൈട്രജനും അതുപോലെ കാർബൺ മോണോക്സൈഡും ഐസോ ഇലക്ട്രോണിക് അല്ലേ? ഒരേ എണ്ണം ഇലക്ട്രോണുകളല്ലേ ഉള്ളത്. ഇവിടെ ആൻസർ ഏതാണ്? 3. ഓക്കെ, നോക്കൂ അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം എന്താണ്? ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹീമോഗ്ലോബിൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഹീമോഗ്ലോബിൻ? ലങ്സിൽ നിന്നും ഓക്സിജൻ ക്യാരി ചെയ്തിട്ട് ടിഷ്യൂസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, കോശങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും, കോശങ്ങളിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആര്? അതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ഹീമോഗ്ലോബിന്റെ ജോലി എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ ഇല്ല എങ്കിൽ വലിയ പ്രയാസമായിരിക്കും അല്ലേ? അപ്പൊ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? മഗ്നീഷ്യം, കോപ്പർ, കൊബാൾട്ട്, പിന്നെയോ അയൺ. ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ഡി അയൺ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ അടുത്ത ചോദ്യം എന്താണ്? NiCN4 times 2- എന്ന കോംപ്ലക്സിനകത്തെ നിക്കലിന്റെ ഹൈബ്രിഡൈസേഷൻ ഏത്? ഒരു കോംപ്ലക്സ് ആണ് അല്ലെ? ഏതാണ്? NiCN4 times 2-. കോംപ്ലക്സുകൾ പഠിച്ചില്ലായിരുന്നു നമ്മൾ? സൊല്യൂഷൻ സ്റ്റേറ്റിലും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലും അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? പാർഷ്യലായിട്ട് ഹൈഡ്രോളിസ് ചെയ്യുന്ന ആളുകളാണ് കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. NiCN4 times 2-. നോക്കി, ഇവിടെ സയനോ ഗ്രൂപ്പാണ് ലിഗാൻഡുകൾ, നിക്കലാണ് സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. ഇതൊരു ആനിയോണിക് കോംപ്ലക്സ് ആണ് അല്ലെ? 2 മൈനസ് ചാർജ് ആണ്. എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്ന് പറയുമ്പോൾ ടെട്രാസയനോ നിക്കലേറ്റ് അല്ലെ? ആനിയോണിക് കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ പേരിന്റെ കൂടെ നിക്കലേറ്റ് 8 എന്ന് ചേർക്കണം അല്ലെ? നിക്കലേറ്റ്. ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? നിക്കലിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് X എന്ന് എടുക്കാം അല്ലെ? X + 4 × -1. സയനോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ആനിയോണിക് ലിഗൻഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. അപ്പോ X - 4 ഈസ് ഈക്വൽ ടു -2, X ഈസ് ഈക്വൽ ടു +2 അല്ലേ? അപ്പൊ ടെട്രാസയനോ നിക്കലേറ്റ് സെക്കൻഡ് അയോൺ ആണ്. നിക്കലിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 അല്ലേ? 28 ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്? ആർഗൺ 3d8 4s2 അല്ലെ? ആർഗൺ 18 ആണ്. 18ഉം 2ഉം 20, 20ഉം 8ഉം 28 അല്ലെ? ഇവിടെ Ni2+ ആയതുകൊണ്ട് നോക്കിയേ, 3d8 4s0 എന്നായിട്ട് മാറുന്നു കോൺഫിഗറേഷൻ അല്ലെ? 3d8 d ഓർബിറ്റൽസ് 5 എണ്ണാണ് അല്ലെ? 5ല് 1 2 3 4 5 6 7 8 അല്ലെ? ഈ 2 ഓർബിറ്റൽസും എന്താണ്? ഓരോ ഇലക്ട്രോണുകൾ വീതം ഒക്യുപ്പൈ ചെയ്യിപ്പിച്ച് നിൽക്കുകയാണ്. തൊട്ടടുത്ത് ആരുണ്ട്? 4s ഉണ്ട്, വേക്കന്റ് ആണ്, ഇലക്ട്രോണുകളില്ല. തൊട്ടടുത്ത് ആരുണ്ട്? 4p ഉണ്ട്, വേക്കന്റ് ആണ് അല്ലെ? ഇത്തരത്തിലുള്ള ഒരു നിക്കൽ അയോണിനടുത്തേക്കാണ് ആര് വരുന്നത്? 4Cn- വരുന്നത്. 4Cn- അതിന്റെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ empty അറ്റോമിക് ഓർബിറ്റൽസ് വേണ്ടേ? അപ്പൊ നോക്കി, ഈ S ഉം 3p കൂടെ
ഇന്റർമിക്സ് ചെയ്താൽ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. അപ്പൊ നോക്കി വരുന്ന Cn മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ലിഗൻഡ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ 3d8 എന്ന കോൺഫിഗറേഷനകത്ത് ചെറിയൊരു മാറ്റം വരുത്തും. 3d8 തന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനകത്ത് ചെറിയൊരു മാറ്റം അല്ലെ. അഞ്ചാമത്തെ ഓർബിറ്റിൽ കിടക്കുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? 4ലേക്ക് കൊണ്ടുവന്നിട്ട് പെയർ ചെയ്യിപ്പിക്കും. അപ്പൊ നോക്കി ഈ അഞ്ചാമത്തെ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, വേക്കന്റ് ആയിരിക്കും അല്ലെ. വേക്കന്റ് ആണെങ്കിൽ ഇതിനകത്തേക്കും Cn മൈനസിന് ഇലക്ട്രോണിനെ കൊണ്ടുവന്നിട്ട് ബോണ്ട് ഉണ്ടാക്കിക്കൂടെ? അപ്പോ ഡിയും എസും 2 പിയും യൂസ് ചെയ്തിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുക അല്ലെ. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ഏതാണ്? DsP2 ആണ്. ഓക്കെ, DsP2. അപ്പൊ നോക്കൂ, NiCN4 times 2 minus കോർഡിനേഷൻ നമ്പർ 4 ആണ്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഒന്നുകിൽ sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഏതാണ്? DsP2 ഹൈബ്രിഡൈസേഷൻ. വരുന്ന ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിൽ പെയർ ചെയ്യിപ്പിക്കും, DsP2 ഹൈബ്രിഡൈസേഷൻ. വരുന്ന ലിഗാൻഡ് വീക്ക് ആണെങ്കിൽ പെയറിംഗ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മറ്റൊരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. DsP2 ഹൈബ്രിഡൈസേഷനകത്തെ ഡി ഓർബിറ്റൽ ഏതാണ്? പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ അല്ലേ. ഡി ഓർബിറ്റൽ 5 എണ്ണാണ്. DXY, DXZ, DYZ, DX² - Y², DZ². അപ്പൊ ഇതിനകത്ത് DsP2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ ദാറ്റ് ഈസ് DX² - Y² ആണ്. sp3d ആണെങ്കിലാണ്, sp3d ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലാണ് DZ² ഓർബിറ്റൽ. ഓക്കെ,